ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തുടക്കം തന്നെ അടിയാലോ. ദൈവമേ, പണിയാവോ? ശിവൻ, നമുക്കിത് മൈനിങ്ങിന് പോകണം. അവരൊപ്പം മൈനിങ്ങിന് പോയി തീരൂ. ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള വഴി കണ്ടുപിടിക്കണം. വഴി ഉണ്ടാക്കി വെച്ചിട്ടില്ലടാ എന്നെനിക്കിപ്പോൾ നിങ്ങൾ വിചാരിക്കണേ. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും വായെന്നറിയാതെ പോകുന്നു. സോറി ഫോർ ദാറ്റ്. അല്ല, ഞാനിതിനെ സോറി പറയേ. അയ്യോ, ഒരു ലാമയും കൂടി ഉണ്ടായില്ല. ചത്ത ആ വൃത്തിയുടെ ലാമ. വൃത്തികെട്ട ജീവി. ഹേയ് വൃത്തികെട്ട ജീവി, എന്തത്? അല്ല, പിന്നെ നമ്മുടെ തക്കാളി ഓടി കഴിക്കണം. എന്നിട്ട് എല്ലാ സാധനം ഉണ്ടോ നോക്കണം. എന്നിട്ട് ഒന്നും നോക്കണ്ട, ഒറ്റടി അത് മിസ്സായി. നിങ്ങളത് മിസ്സാവത്തില്ല. ഏതാ ഷോട്ട്? എല്ലാം ജസ്റ്റ് മിസ്. ഓക്കെ, എല്ലാം അപ്പം ജസ്റ്റ് മിസ്സിനാ പോണേ. അപ്പം നമുക്ക് നിർത്താം. അയ്യോ, ഇപ്പം പോയാൽ ശിവനെ. അയ്യോ, ഓക്കെ ഓക്കെ. എൻഡർമാൻ മോനൂസ് ഉണ്ടല്ലേ ഇവിടെ. അയ്യോ, എൻഡർമാൻ. അവൻ കാരണം എനിക്ക് ഇത് ചെയ്യാനും പറ്റത്തില്ല മനുഷ്യന്. ആ വൃത്തിയിട്ടവൻ വല്ല ബ്ലോക്ക് മാറ്റി അതും മതി. ഈ ബ്ലോക്കിനെ പുറത്തേക്കുന്നതാണ് നല്ലത്. ഈ ബ്ലോക്കിനെ പുറത്തേക്കുന്നതാ സേഫ്. എന്താ ഇനി അത് താഴെ എത്ര എടുത്താലും പോകത്തില്ല. അതുകൊണ്ട് ഇല്ലേ, ആ വൃത്തിയിട്ട എൻഡർമാന് ടെലിപ്പോർട്ടാൻ പറ്റും. ആവശ്യമില്ലാത്ത എല്ലാ ചോറെടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക്. ഗ്യാസ് ഇരിക്കുന്നതൊക്കെ എന്തിനാ കൊണ്ടുനടക്കണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ബ്രിഡ്ജിങ് ബ്ലോക്സ് എന്ന് പറയും, പക്ഷെ ഒന്നും ചെയ്യത്തില്ല. ഇതൊക്കെ ഫുഡെന്ന് പറയാം. ഇത് ഫുഡാന്ന് ആലോചിക്കാം. പിന്നെ ഒരു സാധനമൊക്കെ ആക്സ് മാറ്റാൻ പറ്റത്തില്ല. ബ്രെഡ്, ഫിഷ്, അതും ഇതൊക്കെയാണ് ആക്സ്. അപ്പോൾ കഷ്ടപ്പെട്ടിട്ടാണ് 3 ഉണ്ടാക്കിയത്. ഇത് ഓർമ്മയുള്ളവർക്കൊക്കെ നല്ല ഓടിയായിരുന്നു. എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റില്ല. ഇതിനെ അയൺ കൊണ്ട് ആർമർ കാര്യത്തിൽ പോയി. എന്നാൽ റെഡ് സ്റ്റോൺ വേണം അതിന്. പിന്നെ റെഡ് സ്റ്റോണും ഗോൾഡും വേണം. സ്ലിങ് സ്ലൈമും വേണം. ഉണ്ടാക്കിയിട്ടുള്ള ഇതുണ്ടാക്കുന്നത് വയറൊക്കെ കാണും. ബെഡ് ഉണ്ടാക്കാൻ പറ്റും. ബെഡ് വേണ്ട, ഇത് വേണ്ട.
കോൾഡ്രിൻ വേണ്ട. സ്മിത്തിങ് ടേബിൾ ചിലപ്പോൾ ആവശ്യം വരും. ഞാൻ ഉണ്ടാക്കിയാൽ മതി. ഇത് പ്രഷർ വെയിറ്റഡ് പ്രഷർ പ്ലേറ്റ് ഹെവി ബാംബൂ റാഫ്റ്റ്. വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ, എനിക്കെന്നെ അറിയില്ല കേട്ടാ. ഗൈസ്, അപ്പോൾ നമുക്ക് ഇത്തിരി വേഗം ഇനി കളിക്കണം. ഞാൻ ഓഫ്ലൈനിൽ നിന്ന് മിക്കതും ഗ്രൈൻഡ് ചെയ്യാൻ പോണേ. ഓഫ്ലൈൻ ആക്കണം, ഓൺലൈൻ തന്നെ ആക്കുക. എനിക്ക് ആപ്പാടുള്ള പേടി മോബ്സിനെയാണ്. മോബ്സ് എന്ന് പറഞ്ഞാൽ നല്ല അറ്റാക്ക് ചെയ്യും. ഞാൻ 10-15 പ്രാവശ്യം ചത്ത്. ഇതല്ല സുധിയുടെ കയ്യിലൊക്കെയാണ് കിട്ടിയിട്ടുണ്ടല്ലോ. സുധി, സിൽസില, ഡ്രീമൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് കയറിയ അപ്പം വരെ ഇതിലേക്ക് ഒന്ന് എല്ലാം ചെയ്ത് ഇവിടെ നെതറേറ്റ് വയനി. ഇത്രയും കേവ് അടിച്ചിട്ടുണ്ട്. നല്ല കുന്നും പ്രദേശമാണ്. നല്ല കുന്നും പ്രദേശമാണ്. ഇത് നിറയെ ഇതുണ്ട്. പിന്നെ വാണ്ടറിങ് ട്രേഡറാണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. ലീഡ് ഒപ്പിക്കാം. ഇങ്ങനെ ജംഗിളിൽ പിന്നെ ഉണ്ടല്ലോ എൻ്റെ വട്ടി ഉണ്ടല്ലോ ഈ പുതിയ എൻ്റെ പൊന്നോ, എൻ്റെ വട്ടിക്കുട്ടിയില്ലേ അവനുണ്ടല്ലോ പുതിയ അപ്ഡേഷനിൽ വന്നതാണ്. നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ പുതിയ അപ്ഡേഷനിൽ അപ്പോൾ കുറേ നാളെ വന്നിട്ട്. പക്ഷെ നോക്കിയേ ഇന്നുണ്ടോ, ഇത് നോക്കിയേ റസ്റ്റി ഈ ടൈപ്പ് ഡോഗിൻ്റെ ഒക്കെ പേര് കണ്ട. സാധാരണ നമ്മുടെ പട്ടിയൊക്കെ വെള്ളയല്ലേ, ഇത് കണ്ടോ, ഇതാണ് പറയുന്നത്. ഞാനത് കുറച്ച് ദിവസം മുന്നേ ശ്രദ്ധിച്ചേ. ഓക്കെ, നമുക്കപ്പോൾ ഇന്നെന്താ ചെയ്യണ്ടേ? നിങ്ങൾ ആരും കമൻറ്റും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. കഷ്ടാട്ടോ ഇത്. ഞാൻ കുറേ പ്രാവശ്യമായി പറയാൻ തുടങ്ങിയിട്ട്. കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് പ്ലീസ്, കമൻറ്റ് അടിക്കുക. ഞാനൊരു അത്ര വലിയ പ്രോയൊന്നുമല്ല. ഞാനൊരു അത്യാവശ്യത്തിന് നല്ലൊരു ന്യൂബാണ്. ഞാൻ ഒന്നാമത്തെ ന്യൂബാണ്. എനിക്ക് നിങ്ങളൊരു ടിപ്സൊക്കെ തരുന്നത് എനിക്കും നല്ലതാണ്. ഒക്കെ ഓക്കെ, നമുക്കപ്പോൾ ഉണ്ടല്ലോ ബെസ്റ്റ് ഇറങ്ങി വരാൻ സമയം. എൻ്റെ അമ്മോ സ്കെലട്ടൻ. എൻ്റെ അമ്മോ, വൃത്തിയുടെ സ്കെലട്ടൻ. എൻ്റെ വാട്ടർ ബക്കറ്റും പോയി, എല്ലാം പോയി. അയ്യാ, എന്താ ഇവിടെ ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഉണ്ട്. അയ്യാ, എന്താ കേട്ടെ, ഞാൻ എപ്പോഴേ ചോദിച്ചു എന്തോ എവിടെയോ ഒരു പന്തി കേടുണ്ടെന്ന്. വൃത്തിയായിട്ട പിന്നെ എന്ത് ചെയ്ത് നോക്കട്ടെ. ഞാനാദ്യം എന്നെ വിളിച്ചിട്ട് പോയി നോക്കാം. അതിനടുത്ത് തന്നെയുണ്ട് ഡാമേജ് അടിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചിരിക്കുന്നുണ്ട്. നമുക്കൊന്നും ചെയ്യേണ്ടതൊന്നുമില്ല, എല്ലാം തന്നെ ചെയ്തു. നമുക്ക് വേണ്ടി അവരെല്ലാം ചെയ്തു. അവൻ സ്വയം മരിച്ചെന്നു നമുക്ക് വേണ്ടി.
എത്ര നല്ലവനായ സ്കെലട്ടൻ. ഏതാണ്ട് നാളെ ഈ അഴിഞ്ഞ പേരെന്തായിരുന്നു ആ സിനിമയുടെ? എൻ്റെ അമ്മ, ഇങ്ങനത്തെ ഒരു വാട്ടർ സോഴ്സ് എടുത്ത് വയ്ക്കുന്നത് നല്ലതാണ്. ഇതുണ്ട, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, സ്ഥിരമാണ്. മിക്ക യൂട്യൂബേഴ്സിനും യൂട്യൂബേഴ്സിനല്ല, മൈൻക്രാഫ്റ്റ് പ്ലെയേഴ്സിന് തന്നെ പറ്റാറുള്ളൊരു പ്രശ്നമാണ് ഇത്. ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടാവുള്ളൂ, അടുത്ത് വല്ല വാട്ടർ സോഴ്സ് ഉണ്ടോയെന്ന് നോക്കണേന് ചാടിക്കറിയാൻ വെച്ചിട്ട് MLG ചെയ്യണ ചിലവരുണ്ട്. എനിക്കറിയാം MLG സ്പെഷ്യലിസ്റ്റുകൾക്കാണെങ്കിൽ കുഴപ്പമില്ലാന്ന് വിചാരിക്കാം, കാരണം അവർക്ക് MLG അറിയാം. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MLG അറിയാത്തവർ, ലൈക്ക് മീ, എന്നെപ്പോലെ പലരും ഉണ്ട് ഇവിടെ. എന്തിട്ടിത്? അത് കണ്ട വിളിച്ച് ഇത്ര പുറകിലേക്ക് ഇറങ്ങാം, അല്ലാണ്ട് ക്രൗച്ച് ചെയ്യുക. എന്ത് ഇങ്ങനെ വയ്ക്കുക, എവിടെ ഇങ്ങനെ വയ്ക്കുക? താഴെത്തട്ടെ താഴെത്തട്ടെ. താഴെത്തി. ഇപ്പോൾ വേണ്ട, ഇവിടെ ഒഴിക്കുക, ഇനിയിപ്പോൾ ഇവിടെ ഒഴിക്കുക, ഇനിയിപ്പോൾ അത് ഇവിടെ വേണ്ട പോടാണ്ട. കൃത്യം അവിടെ തന്നെ വരത്തുള്ളൂ എല്ലാം. ഓക്കെ, എങ്ങനെയും കൃത്യം എത്താൻ മതി. ഇതല്ല എനിക്ക് വേണ്ടേ. ഇയാൾ കുളിച്ചിട്ട് ഞാൻ പോണേ, വെള്ളം കണ്ടപ്പോൾ എന്താ ആവേശം. ഈ നല്ല സീനുകൾ ചിന്തിക്കാൻ. ജോയിസ്റ്റിക്ക് ഇപ്പം തന്നെ അങ്ങ് അനങ്ങി പണി കിട്ടിയേനെ. അത് നല്ലോണം പോവും. ഇതുണ്ടോ, വെള്ളം അങ്ങ് ഒഴുകിയിട്ട് എവിടം വരെ എത്തും നോക്കട്ടെ. ഒഴുകിയങ്ങ് പോയി. എത്ര നേരം എടുക്കും ഇത് മാറാൻ? എൻ്റെ അമ്മോ, ഒറ്റ വാട്ടർ ബക്കറ്റ് കൊണ്ട് എത്രയും ഉണ്ടായെന്ന് ആലോചിക്കണം. ഒറ്റ വാട്ടർ ബക്കറ്റ് കൊണ്ട്. നമുക്കപ്പോൾ നല്ല
നമുക്കപ്പോഴേ ഇന്നത്തെ എൻഡർ ഡ്രാഗനൊന്നും തോപ്പിക്കണമെന്നില്ല. ഡയമണ്ട് ആർമറായാൽ മതി. നമുക്ക് വേറെ വഴിയൊന്നുമില്ല ഗൈസ്. അപ്പം നമുക്കേ ഞാൻ കുറച്ചാൾ വരായിരുന്നത് എന്താണെന്നൊക്കെ പറയാൻ വേണ്ടി ഒരു വീഡിയോ ഇട്ടതാണ്. ശരിക്കും കുറച്ചാളായിട്ട് എനിക്ക് വയ്യായിരുന്നു. പിന്നെ അതും ഇതൊക്കെ ആയി. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് മൈൻക്രാഫ്റ്റിൽ നിന്ന് അപ്ഡേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് സോഫ്റ്റ്വെയർ. മൈൻക്രാഫ്റ്റ് അല്ല, സോഫ്റ്റ്വെയർ അപ്ഡേഷൻ. അതൊന്ന് ഫോണിനകത്ത് ഒരൊറ്റ പോക്ക്. പിന്നെ അത് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഇതൊന്നും പറയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ വന്നത്. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞ കേവ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ എന്തൊക്കെയാണ് അടുത്ത വീഡിയോ തന്നെ ചെയ്യും, ഉറപ്പാണ്. കേവ്സിൽ അവിടെ നല്ല പേടിയുണ്ട്. കാരണം എന്തൊക്കെ അവിടെ ഉണ്ടാവുന്ന ഒരു പിടിയില്ല. കണ്ടോ ആ ഡോഗ്സില്ലേ, ആ കൈൻഡ് ഞാൻ കാണിച്ചു തരാം. ഇതേണ്ട ഈ കൈൻഡ് ഡോഗ്സൊക്കെ ഇല്ലേ, നമ്മൾ കണ്ടേ ആ കൈൻഡ് ഡോഗ്സിനൊക്കെയാണ് റസ്റ്റി എന്ന് പറയണേ. അതൊരു കൈൻഡ് ഓഫ് ഡോഗ്സാണ്. ആ ഡോഗ്സ് ഉണ്ടല്ലോ, അടിപൊളിയാണ്. നല്ല ഇത് സ്കാഫോൾഡിങ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാനും പറ്റത്തില്ല, കുനിയാനും പറ്റത്തില്ല, എണീക്കാനും പറ്റത്തില്ല. അതുകൊണ്ടെന്താ താഴേക്ക് ഇറങ്ങാനും പറ്റത്തില്ല, വാതിലടയ്ക്കാൻ. അപ്പോൾ ഞാൻ ഇതും കൂടെ ഒന്ന് പറയാൻ വേണ്ടിയാണ്, കുറേ നാൾ വരാതിരുന്നതിൻ്റെ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത്. പിന്നെ എന്നത്തെയും പോലെ ഇന്നും അടുത്ത വീഡിയോയിൽ കാണാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് എൻ്റെ ഉള്ളിൽ കൂടെ പോവില്ല, അതിങ്ങനെ പോവും. അപ്പോൾ ശരി ഗൈസ്, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. Bye.